ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ പുരോഗമിക്കുകയാണ്. ഇത് പാർട്ട് 5 ആണ്. ഈ വീഡിയോ ക്ലാസ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സാണ്. ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഡെറിവേഷനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അത് ഏറ്റവും മിനിമം സ്റ്റെപ്പിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന തരത്തിലാണത് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. കാണുമ്പോൾ വലിയ ചോദ്യമാണ്, പക്ഷേ കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ ആൻസർ എന്ന്. നോക്കാം, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. എന്തിൻ്റെ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ. അപ്പോൾ ഫസ്റ്റ് കീവേഡ് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവണമെങ്കിൽ അതിനൊരു റീസൺ കാണുമല്ലോ. ആര് കാരണം? ഡ്യൂ ടു ആണ്. ആര് കാരണം? അൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. അപ്പോൾ ഈ ഒരു ചാർജ്ഡ് വയർ, അതിൻ്റെ സവിശേഷതയാണ് ഈ പറയുന്നത്. അത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, വളരെ നീളമുള്ളതാണ്, സ്ട്രെയിറ്റ് ആണ്, വളഞ്ഞതല്ല, നേരെയുള്ളതാണ്. അതൊന്നും നമുക്ക് വിഷയമില്ല. നമ്മുടെ വിഷയം ഇതാണ്, ചാർജ്ഡ് വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് പ്രധാന കീവേഡാണുള്ളത്. വേണമെങ്കിൽ ഇതിനെയും ഒരു കീവേഡ് എന്ന് വിളിക്കാമെന്ന് മാത്രം, അത് നിർബന്ധമില്ല. രണ്ട് കീവേഡാണുള്ളത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആര് കാരണം? ചാർജ്ഡ് വയർ കാരണം. അപ്പോൾ ഈ രണ്ട് കീവേഡുകൾ ഉണ്ടെങ്കിൽ ഇതാണ് ഡെറിവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്താലും ഈ രണ്ട് കീവേഡുകൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്നതാണ് ആൻസർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിഗർ വരയ്ക്കുകയാണ്. ആദ്യം നമുക്ക് ചാർജ്ഡ് വയർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ചാർജ്ഡ് വയർ. ഇതിൽ ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ഇത് മുകളിലോട്ട് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡോട്ട് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഗോസിയൻ സർഫസ് വേണം. നമ്മളിവിടെ പരിഗണിക്കുന്ന ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ഗോസിയൻ സർഫസാണ്. ഓക്കെ, നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ നീളം എന്ന് പറയുന്നത് L ആണ്. ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ആക്സിസിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ചാർജ് വയറെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു പോയിൻറ്റ് P ഉണ്ട്. ആ പോയിൻറ്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോയിൻറ്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻറ്റ് P. ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിലൂടെ നോർമലായിട്ട് പുറത്തേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ വയറിനുള്ളത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് അങ്ങനെ വരച്ചത്. ഇനി സ്ട്രെയിറ്റ് അവേ നമ്മൾ ഇക്വേഷൻസ് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് ആദ്യം എഴുതുന്നത്. ഫ്ലക്സ് ത്രൂ ദി ഗോസിയൻ സർഫസ്. ഈ കാണുന്ന സിലിണ്ടറിലൂടെയുള്ള ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ തന്നെ എങ്ങനെയായിരുന്നു അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഇ ഡോട്ട് എ അല്ലെങ്കിൽ ഇ എ കോസ് തീറ്റ എന്നാണ്. ഇവിടെ കോസ് 0 എന്നാണ് വരിക, കാരണം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അതുപോലെ ഗോസിയൻ സർഫസിൻ്റെ നോർമൽ വരച്ചാൽ അതും ഇതേ ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആംഗിൾ 0 ആയിപ്പോയി. ശരി, നമ്മൾ റീസണെ പറ്റിയൊന്നും നമ്മൾ വറീഡ് ആകുന്നില്ല. നമ്മൾ സ്ട്രൈറ്റ് ഓഫ് ഇക്വേഷൻ എഴുതുകയാണ്. ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2πRL. അങ്ങനെ എഴുതാൻ കാരണം ഇവിടെ ഈ എ എന്ന് പറയുന്നത് നമ്മുടെ ഈ സിലിണ്ടറിൻ്റെ ഏരിയ ആണ്. അതാണ് 2πRL എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി ഇത് നമുക്ക് ഫ്ലക്സിൻ്റെ ഡെഫിനേഷനിൽ നിന്നും എഴുതാൻ പറ്റുന്നൊരു ഇക്വേഷനാണ്. ഇനി ഇതേപോലെ നമുക്ക് ഫ്ലക്സിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഗോസസ് ലോ. അപ്പോൾ നമ്മൾ അടുത്തത് ഗോസ് ലോ എഴുതും. ഫൈ ഇസ് ഈക്വൽ ടു Q/ε0. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചാർജ്ഡ് വയറാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. അത് മുൻപുള്ള വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 3 തരത്തിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പഠിച്ചു. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. അതിലിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്, വയർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ലാംഡ ഇസ് ഈക്വൽ ടു Q/L എന്നല്ല നമ്മൾ എഴുതിയത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയിൽ. അവിടെ നിന്ന് Q ഇസ് ഈക്വൽ ടു ലാംഡ L എന്ന് കണ്ടുപിടിക്കാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലാംഡ L/ε0. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇതൊന്നും പരീക്ഷയ്ക്ക് വേണ്ട, നമ്മൾ ഇക്വേഷൻ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫ്ലക്സിൻ്റെ രണ്ട് ഇക്വേഷൻ കിട്ടി, ശ്രദ്ധിച്ചോ. ഒന്നിത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടതുവശത്ത് ഫൈ ആയതുകൊണ്ട് റൈറ്റ് വശം ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇ ഇൻറ്റു 2πRL ഈസ് ഈക്വൽ ടു ലാംഡ L/
എപ്സിലോൺ സീറോ. ഇവിടെ നോക്കിയാൽ അറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു എല്ലുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. സോ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് എഴുതാം. E ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πr എപ്സിലോൺ സീറോ. ദിസ് ഈസ് ദി ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇതെങ്ങനെയാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ല് ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള ടേമിനെ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ ഏറ്റവും മിനിമം സ്റ്റെപ്പിൽ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടാവുന്ന ഒരു ഡെറിവേഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈനൽ ഇക്വേഷൻ എന്തായാലും പഠിക്കുക, ഫിഗറും എന്തായാലും പഠിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇത്തവണയും ഇലക്ട്രിക് ഫീൽഡാണ് ഡെറൈവ് ചെയ്യേണ്ടത്. ആദ്യത്തെ കീവേഡ് കിട്ടി. ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ആൾ മാറി, ലോങ് വയറല്ല പ്ലെയിൻ ഷീറ്റാണ്. അതിൻ്റെ സവിശേഷതകളാണ് ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, ചാർജ്ഡ് ആണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കണം. ആദ്യമേ ഷീറ്റ്, പ്ലെയിൻ ഷീറ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഷീറ്റിൻ്റെ പ്രത്യേകത ഇതിലൊക്കെ പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ഇനി നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഗോസിയൻ സർഫസ് പരിഗണിക്കണം. അപ്പോൾ ഗോസിയൻ സർഫസ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത്തവണ നമ്മൾ സിലിണ്ടർ തന്നെയാണ് പരിഗണിച്ചത്. പക്ഷേ ഇത്തവണത്തെ സിലിണ്ടർ വളരെ ചെറുതും എന്നാൽ നീളമുള്ളതുമാണ്. വണ്ണം കുറവും നീളം കൂടിയതുമായൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിന് ഷീറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീളം, അതായത് ഷീറ്റിൻ്റെ സർഫസിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒരേ നീളമാണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഇവിടെയുള്ള പോയിൻ്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കർവ്ഡ് സർഫസ്, ഈ സിലിണ്ടറിൻ്റെ ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ എന്ന്. അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരിക്കലും പറയാം. കർവ്ഡ് സർഫസിൽ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സർഫസിൻ്റെ ഡയറക്ഷനും 90 ആണ്. അപ്പം നമ്മൾ ഫ്ലക്സ് എഴുതുമ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഇ എ കോസ് 90 എന്ന് എഴുതും. കോസ് 90 0 ആയതുകൊണ്ട് ഫ്ലക്സ് 0 ആയിപ്പോവും. ഫ്ലക്സ് 0 ആയ ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് 0 ആയാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നിലനിൽക്കില്ല. നമുക്ക് അത് വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കർവ്ഡ് സർഫസ് പരിഗണിക്കാത്തത്. ശരി, അതൊക്കെ വിട്ട് കളയൂ. നമ്മളിനി സ്ട്രൈറ്റ് അവേ ഇക്വേഷൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഹിയർ. ഇടതുവശത്താണെങ്കിൽ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് ഈ ഒരു കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഏരിയയും എ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 2 സർഫസ് ഉണ്ട്, ഒരേ റൈറ്റ് സൈഡിലും ഒരേ ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 2a എന്ന് എഴുതേണ്ടി വരും. കാരണം 2 സ്ഥലത്തും ഈ പറയുന്ന സിലിണ്ടറിക്കൽ ബേസ് ഈ സിലിണ്ടറിന് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി അടുത്ത് ഗോസസ് ലോ ആണ്. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ അല്ലേ. അത് നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതുന്നു. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം നമ്മൾ സിഗ്മ എ ബൈ എപ്സിലോൺ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് എഴുതണ്ട, എന്നാലും ചുമ്മാ പറയുകയാണ്. ഇവിടെ നമുക്കുള്ളത് പ്ലെയിൻ ഷീറ്റാണ്. അപ്പോൾ ചാർജ് ഇരിക്കുന്നത് സർഫസിലാണ്. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ എന്ന് നമ്മൾ പഠിച്ചതാണ്. അവിടുന്ന് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ എന്ന് കിട്ടും. ആ സിഗ്മ എ ആണ് നമ്മൾ ഈ ക്യൂവിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും പരീക്ഷയ്ക്ക് വേണമെന്ന് നിർബന്ധമില്ല. റൈറ്റ്, അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ ഫ്ലക്സിൻ്റെ കിട്ടി. 1, 2 രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. ഇ ഇൻറ്റു 2a ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ സീറോ. നോക്കിയാൽ അറിയാം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എ ഉണ്ട്, ഓരോന്നും അത് ക്യാൻസൽ ചെയ്യുന്നു. സോ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫൈനൽ ഇക്വേഷൻ എഴുതാണ്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ സീറോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ 2 മാർക്കിൻ്റെ ഡെറിവേഷൻ ചെയ്തു. ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ ചെയ്തത് ഈ 2വിനെ എ ക്യാൻസലായിപ്പോയി, ഈ 2വിനെ റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണോ? ഫൈൻ. അപ്പോൾ നമ്മൾ അടുത്ത ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ശ്രദ്ധയോടെ ഇരിക്കുക. ഡെറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഡെറൈവ് ചെയ്യേണ്ടത്. ദെൻ ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഇത്തവണ ആൾ മാറി, സ്പെറിക്കൽ ഷെല്ലാണ്. 2 കീവേഡാണ്, ഇലക്ട്രിക് ഫീൽഡും സ്പെറിക്കൽ ഷെല്ലും. ഓക്കെ, അപ്പോൾ ഫിഗർ വളരെ പ്രധാനപ്പെട്ട ഫിഗറാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ് വരയ്ക്കുന്നത്. ഷെല്ല് കിട്ടി, ഷെല്ലിൽ ചാർജുണ്ട്. ഷെല്ലിലെ ചാർജ്
പോസിറ്റീവ് ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, പോസിറ്റീവ് ചാർജാണ്. ഇനി നമ്മൾ ഷെല്ലിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് പരിഗണിക്കുകയാണ്. ഞാൻ വരച്ചപ്പോൾ അല്പം തെറ്റിപ്പോയിട്ടുണ്ട്. ഇതും സ്പിയറാണ്, പെർഫെക്റ്റ് സ്പിയർ ആയിട്ടുള്ള ഒരു ഗോസിയൻ സർഫസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് 2 റേഡിയസ് അപ്പോൾ കിട്ടും. ഈ ചാർജുള്ള ഷെല്ലിൻ്റെ റേഡിയസ് 6ഉം അതുപോലെ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആറും. ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് പി ഉള്ളത്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം, ഷെല്ലിനെ സംബന്ധിച്ച് ഷെല്ലിൻ്റെ 3 സ്ഥലങ്ങളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, ഇതാണ് ഷെല്ല്. ഷെല്ലിൻ്റെ പുറത്തുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഷെല്ലിൻ്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ 3 റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഈ ഡെറിവേഷന് മാത്രം 3 പാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റീജിയൻ പരിഗണിക്കുകയാണ്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഷെല്ല്. ഓക്കെ, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതും. ഫ്ലക്സ് ത്രൂ ദി ഗോസിയൻ സർഫസ്. അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4π സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ. ഇവിടെ സ്മോൾ ലെറ്റർ ആർ കൊടുക്കാൻ കാരണം നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് 6 ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ 0. അങ്ങനെ എഴുതാൻ കാരണം നമ്മുടെ ചാർജുള്ള വസ്തു ഷെല്ലാണ്. ഷെല്ലിൻ്റെ സർഫസിലാണ് ചാർജ് ഇരിക്കുന്നത്. അതുകൊണ്ട് മുൻപത്തെ പോലെ തന്നെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി അപ്ലൈ ചെയ്യും. അപ്പോൾ സിഗ്മ എ വന്നു. തൊട്ട് മുമ്പ് പഠിച്ച ഡെറിവേഷനിൽ എങ്ങനെയാണോ എഴുതിയത് അത് തന്നെ. തീർന്നില്ല, നമ്മൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ബിക്കം ഫൈ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ക്യാപിറ്റൽ ആർ കൊടുക്കാൻ കാരണം ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. റൈറ്റ്, നമുക്ക് 2 ഇക്വേഷൻ ഫ്ലക്സിന് കിട്ടി. ഇതൊന്ന്, ഇത് 2, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടി. നോക്കിയാൽ അറിയാം, ഒരു 4π ക്യാൻസൽ ചെയ്യാം. നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. സോ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0 സ്മോൾ ആർ സ്ക്വയർ. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ. ഓക്കെ, ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ഇവിടെ സിഗ്മയുണ്ട്, മിച്ചം ഒരു ക്യാപിറ്റൽ ആർ സ്ക്വയർ ഉണ്ട്, അതിവിടെ ഉണ്ട്. ഡിനോമിനേറ്ററിൽ എപ്സിലോൺ 0 ഉണ്ട്. പിന്നെ ഈ 4πക്ക് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്മോൾ ആർ സ്ക്വയർ ഉണ്ട്, അത് താഴേക്ക് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഷെല്ല്. തീർന്നില്ല, ഇനി നമുക്ക് രണ്ടാമത്തെ റീജിയൻ പരിഗണിക്കണം. സെക്കൻഡ് റീജിയനായിട്ട് പരിഗണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഷെല്ലിന് മേൽ, ഷെല്ലേലിരിക്കുന്നു. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ പോയിൻ്റ് ഇപ്പോൾ ഇവിടെയാണ്, ഔട്ട്സൈഡ് ഇത് ഷെല്ലാണ്. ഇനി ഷെല്ലേലോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഗോസിയൻ സർഫസ് വരയ്ക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാവും. ഷെല്ലിലൂടെ വരയ്ക്കണം ഗോസിയൻ സർഫസ്. കാരണം ഗോസിയൻ സർഫസിലാണ് ശരിക്കും പോയിൻ്റ് പി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ക്യാപിറ്റൽ ആർ എന്ന ഷെല്ലിൻ്റെ റേഡിയസും സ്മോൾ ആർ എന്ന ഗോസിയൻ സർഫസിൻ്റെ റേഡിയസും സെയിം ആവും. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഒറ്റ കാര്യം മാത്രം ഓർക്കുക, ഓൺ ദി ഷെല്ലാകുമ്പോൾ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്നുള്ള മാത്തമാറ്റിക്കൽ കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് മാത്രം കിട്ടും. കാരണം നമുക്ക് ന്യൂമറേറ്ററിലും ക്യാപിറ്റൽ ആർ ആവും, ഡിനോമിനേറ്ററിലും ക്യാപിറ്റൽ ആർ ആവും, രണ്ടും ക്യാൻസലായി പോവും. സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഓക്കെ, തീർന്നില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ്. അത് വലിയ സംഭവമൊന്നുമല്ല. ആകെ ചാർജ് ഉള്ളത് ഷെല്ലിൻ്റെ സർഫസിൽ മാത്രമാണ്. ഷെല്ലിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല, അതാണ് വസ്തുത. ഉള്ളിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ദ ഷെല്ലിന് ഒറ്റ വാക്ക് എഴുതുന്നു. സിൻസ് ചാർജ് ഇൻസൈഡ്
shell is 0, electric field is 0. ഒറ്റ വാക്കിൽ നമ്മൾ ഇൻസൈഡ് ദ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതും. E is equal to 0. കഴിഞ്ഞു. അപ്പോൾ ഇത് ഡീപ്പ് പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്. ഓക്കെ, ഏറ്റവും മിനിമം സ്റ്റെപ്പിലാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ബോക്സിനുള്ളിൽ വരച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എന്തായാലും പഠിക്കണം. ഔട്ട്സൈഡ് ദ ഷെല്ല്, ഓൺ ദി ഷെല്ല്, ഇൻസൈഡ് ദ ഷെല്ല്, പിന്നെ അറിയാവുന്ന പോലെ സ്റ്റെപ്പുകൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? അത് വളരെ വിരളമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്നാലും ചോദിച്ചാൽ ഉത്തരം എഴുതണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതിൻ്റെ ആൻസർ ഇതാണ്. ദി phenomenon of vanishing of electric field inside a metallic conductor is called electrostatic shielding. അതായത് തൊട്ട് മുൻപത്തെ ഡെറിവേഷന് നമ്മൾ പറഞ്ഞില്ലേ ഇൻസൈഡ് ദ ഷെൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന്. ഇൻസൈഡ് ദ ഷെല്ല് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വാചകത്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഫിനോമിനൻ ഓഫ് വാനിഷിംഗ്, ഇല്ലാതാകുക, ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ മെറ്റാലിക് കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, ഇപ്പോൾ ഈ വാചകം കൂടെ എഴുതി വെച്ചേക്കുക. പിന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിന് ഫാരഡേയ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നും പലപ്പോൾ അങ്ങനെയും പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഇൻ കേസ് അങ്ങനെ വന്നാൽ ഉദ്ദേശിച്ചത് നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു. 5 വീഡിയോകളാണ് നമ്മൾ ചെയ്തത്. 5 വീഡിയോയിലായിട്ട് ചാപ്റ്ററിൽ നിന്നും വരാവുന്ന ഒരു 90% പോസിബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിൽ കീവേഡുകൾ ക്വസ്റ്റ്യനിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്ത് മനഃപ്പാടമാക്കുക, ഫൈനൽ ഇക്വേഷൻസ് മനഃപ്പാടമാക്കുക, സാധിക്കുന്നത്ര സ്റ്റെപ്പുകൾ പഠിക്കുക. നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് ജയിക്കണം. ഓക്കെ, നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു.